യെസ് യെസ് നിങ്ങളുടെ വേറെ കൺസേൺ എന്തായിരുന്നു? ഞാൻ വേറൊരു ടോപ്പിക്കിലായിരുന്നു. എനിക്ക് ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഡിബേറ്റ്സ് പോലുള്ള ടോപ്പിക്കുകളൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ പോയിന്റ് ഷേപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ കേട്ടതാണ്. സോ അതിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കല്ല, ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ അടുത്ത് മറ്റേ കുസാറ്റിലുണ്ടായ ഒരു ഇഷ്യൂ, ജെൻഡർ സെഗ്രിഗേഷനും അതുപോലെ അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മള് ആണിന്റെ നോട്ടവും അതുപോലെ സ്ത്രീ അത് മറയ്ക്കണം എന്ന് പറയുന്നതും ആ ഒരു ടോപ്പിക്കിൽ എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. സോ അതൊന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ വീടൊക്കെ മലബാർ ഏരിയയിലാണ്. അപ്പോ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വളർന്നു വന്നത്. എനിക്കറിയാം ആ ഒരു മുസ്ലിം കൾച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനതല്ലാത്തതുകൊണ്ട് എൻ്റെതായ ഒരു ഇതിലാണ് വന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് ആലോചിക്കാൻ ശ്രമിച്ചിട്ടും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതൊന്ന് എനിക്കൊരു ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കൺസേൺസ് എന്താന്ന് പറഞ്ഞോളൂ. അതായത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് ആൺപെൺ വേർതിരിവ്. ഞാൻ ഫസ്റ്റത്തെ ഒരു പോയിന്റ് ഞാൻ പറയാം. അപ്പോൾ അതിന്ന് നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ. സോ ആദ്യമേ പറയുന്നത് ഞാനത് ഇപ്പോ ബാസിൽ ബ്രോന്റെ ഞാൻ തോന്നുന്നു, ഞാനൊരു ഇതൊക്കെ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ആദ്യം പുരുഷന്റെ നോട്ടം കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്ത്രീയുടെ വസ്ത്രധാരണം കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട് എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടിരുന്നു. സോ എനിക്കവിടെ എനിക്കെന്തോ ഇപ്പൊ എനിക്ക് 24 വയസ്സാണ്. ഈ ഒരു വയസ്സിന്റെ ഇടയിൽ വളർന്നു വന്നൊരു ഇതില് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ നോട്ടം കൊണ്ട് മാത്രമാണ് ആ ഒരു അട്രാക്ഷൻ വരുന്നത് എന്നുള്ള കാര്യവും. അതുപോലെ ജസ്റ്റ് ഇപ്പൊ ആ ഒരു നോട്ടത്തിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ഒരു ഡ്രസ്സ് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇസ്ലാമില് ഇത് കമ്പൽസറി ആണോ? ഞാൻ ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അതായത് ഇപ്പോ കംപ്ലീറ്റ്ലി കവേർഡ് ആവണം വുമൺ എന്നുള്ള ഒരു കാര്യം കമ്പൽസറി ആണോ? അതെ, കംപ്ലീറ്റ്ലി കവേർഡ് ആവണം. അത് മുഖം ഉൾപ്പെടെ കവേർഡ് ആവണം എന്നാണോ, അതോ മുഖം കാണിക്കാമെന്നാണോ? അതെങ്ങനെയാ? പ്രകടമായത് ഒഴിച്ച് എന്നുള്ളതാണ് അതിൽ പൊതുവെ. മുഖവും മുൻകഴിയും ഒഴിച്ച് എന്നുള്ളതാണ് പൊതുവായിട്ട്. പിന്നെ അതല്ലാതെ മുഖവും ഉൾപ്പെടും എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ടും സ്വീകരിച്ചു പോകുന്നത്, മുഖവും മുൻകഴിയും ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ മറക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ അപ്പൊ അങ്ങനെ ആവുമ്പോ ജസ്റ്റ് നമ്മുടെ ഒരു നോട്ടം അത് ഇതിനു വേണ്ടിയിട്ടല്ലേ? അതായത് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നും. അത് പിന്നീട് പല ഇതിലോട്ട് നയിച്ചേക്കാം അല്ലേ? അതുകൊണ്ടല്ലേ ഇത് അങ്ങനെയല്ലേ ഇതിന്റെ റീസൺ പറയുന്നത്? സുരക്ഷയാണ് ഖുർആനിൽ പറഞ്ഞ റീസൺ. അതില് സ്വാഭാവികമായിട്ടും പിന്നെ അതില് ഈ നോട്ടത്തിന്റെ വിഷയം അതിൽ വരും സ്വാഭാവികമായിട്ടും. ഓക്കെ. ആ ഒരു ടോപ്പിക്കിലാണ് എനിക്ക് അത് ഭയങ്കര ഇല്ലോജിക്കലായിട്ട് എനിക്ക് തോന്നി. സോ അതിലെന്താ ഇല്ലോജിക് എന്നുള്ളത് വിശദീകരിച്ചാൽ കുറച്ചും കൂടി എളുപ്പം. ഫസ്റ്റത്തെ കാര്യം, ഈ നോട്ടം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളൊരു അട്രാക്ഷൻ എന്നുള്ള ആ ഒരു കാര്യം തന്നെ എനിക്ക് ഒരു ഇത് കുറവുണ്ട്. കാര്യം അങ്ങനെയാണെങ്കിൽ നോട്ടം കൊണ്ട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഞാനൊരു പുരുഷനാണ്. നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരെ കാണുന്നതല്ലേ. സോ എനിക്കതങ്ങനെ തോന്നിയിട്ടില്ല നമ്മള് നോട്ടം മാത്രമാണ് എന്നുള്ളത്. ഓക്കെ, നോട്ടം അട്രാക്ഷൻ അത് പലർക്കും പല ഇതിലല്ലേ. അതെങ്ങനെയാ നമുക്ക് നോട്ടം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഇതാക്കി പറയാൻ പറ്റുക? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, എല്ലാ നോട്ടവും ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ ഒരു വ്യഭിചാരത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാകും എന്നുള്ളതൊന്നല്ല ഇവിടെ പറയുന്നത്. നോട്ടം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നോട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്നുള്ളതാണ് പറയുന്നത്. താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു പിന്നെ എന്താ പറയാ നോട്ടം അതിൽ കാരണമാകുന്നു, അത് തന്നെയാണ് പറയുന്നത്. അതേ ഇസ്ലാമും പറയുന്നുണ്ട്. അപ്പൊ ആ നോട്ടം ഇപ്പൊ സയന്റിഫിക്കലി സ്പീക്കിംഗ് നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷൽ സ്റ്റിമുലേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈമറി ട്രിഗർ എന്ന് പറയുന്നത് വിഷനാണ്. വിഷനിലൂടെയാണ് സംഭവിക്കുക. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് കുറച്ചുകൂടി കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സയന്റിഫിക്കലി സ്പീക്കിംഗ് അങ്ങനെയാണ്. അപ്പം
അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ ചോദിച്ചോട്ടെ, താങ്കൾ ഒരു പുരുഷനാണ്, താങ്കൾക്ക് പിന്നെ ഒരു കുറച്ചൊരു ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു സെക്ഷലായ തോട്ടല്ലേ ഉണ്ടാവുമല്ലോ? അല്ല, ഞാനിപ്പോ ജീവിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോ ശരീരം പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളമാണ്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ സൊസൈറ്റിയിലും നോമായി കിടക്കുന്നത് എന്താണ് എന്നുള്ളതനുസരിച്ചും ഡിഫറൻസസ് ഉണ്ടാവും. ബട്ട് ആ നോമിന്റെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവാറുള്ളതെന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, അത് നെസസറി ആയിട്ട് അട്രാക്ഷൻ തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോ ഒരു ഡിസ്കസ് ഫീലിംഗും ചിലപ്പോ ഉണ്ടായേക്കാം. ഞാൻ ചോദിക്കുന്നത്, ഈ കാണുമ്പോൾ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം പുരുഷന്മാർക്ക് ഇല്ലേ? അത് എല്ലാ കേസിലും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറയുന്നു. എല്ലാ കേസിലും ഉണ്ടാവുന്നില്ല, ശരിയാണ്, ഉണ്ടാവുമല്ലോ. ഉണ്ടാവാം. അപ്പൊ ആ ഉണ്ടാവുന്ന കേസ് അതാണ് പൊതുവെ അതിന്റെ തുടർച്ചയായ തിന്മകളിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ തുടക്കത്തെ ഇസ്ലാം എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പൊ അതില് ഇപ്പോ പറയുന്ന ഫസ്റ്റ് സംഭവം, അതായത് ഇത് പുരുഷന്മാര് കാരണം ഉണ്ടാവുന്ന ഒരു ഹാമാണല്ലോ. അത് പുരുഷന്മാർ ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ, അതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ അവിടെ സ്ത്രീയുടെ പുറത്ത് നമ്മൾ ആ ഒരു വസ്ത്രം, ആ ഒരു ഇത് ലൈക്ക് അത് ആളുടെ ആ ഒരു സ്ത്രീയുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഒരു ഹാമല്ല. ആളല്ല അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, വേറെ ഒരാളാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ നമ്മൾ സ്ത്രീനെ അത് ചെയ്യണമെന്ന് നമ്മൾ ലൈക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ അത് ഇല്ലോജിക്കലല്ലേ? അവിടെ പിന്നെ ഇവിടെയുള്ള പുരുഷന്മാരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയാ, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ താഴോട്ട് ഒന്നാമത്തെ നോട്ടം കഴിഞ്ഞ് തിരിച്ചറിയാനുള്ള നോട്ടം കഴിഞ്ഞ് രണ്ടാമത് താഴോട്ട് നോക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും. ആ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ദൈവിക മതത്തിലുള്ള നിയമം ഉണ്ടാവുന്നത്. താങ്കൾ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിയന്ത്രിക്കേണ്ടത് പുരുഷനല്ലേ, അപ്പൊ സ്ത്രീയോടൊരു നിയമം പറയുന്നത് ഒരു ഇൻജസ്റ്റിസ് അല്ലേ എന്നുള്ളതാണ് താങ്കളൊരു പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സൊസൈറ്റിയുടെ വർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് താങ്കളുടെ വീട്ടില് ലോക്ക് ഉണ്ടോ? ഞാൻ ഈ സംഭവം ഞാൻ കുറെ കേട്ടതാ. ലൈക്ക് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോണം, അതുകൊണ്ടാണ് ചോദിച്ചത്. ലോക്ക് ഉണ്ടോ? അപ്പൊ ലൈക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ അത് ക്ലിയർ ആണല്ലോ, കാരണം ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ആണ്, അത് ക്ലിയർ ചെയ്യണം. ലോക്ക് ഉണ്ടോ? ലോക്ക് ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. എന്താണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും കയറി എന്തെങ്കിലും തരത്തിൽ നമ്മുടെ സമ്പത്തോ എന്തെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുമോ എന്നുള്ളത് പേടിച്ചിട്ടാണ്. ഇവിടെ ആരാണ് കൾപ്രിറ്റ് എന്ന് പറയുന്നത്, അല്ല ആരാണ് പ്രശ്നക്കാരൻ എന്ന് പറയുന്നത്? ഈ വരുന്ന കള്ളനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരുന്നവരോ ആണ് പ്രശ്നക്കാരൻ. ആ ഉപദ്രവിക്കാൻ വരുന്നവരാണ് പ്രശ്നക്കാരൻ എന്നുണ്ടായിട്ടും താങ്കൾ എന്ത് ചെയ്യുന്നു? താങ്കളല്ല കുറ്റക്കാരൻ, താങ്കളല്ല പ്രശ്നക്കാരൻ, പക്ഷെ താങ്കൾ എന്ത് ചെയ്യുന്നു? ലോക്ക് സ്വീകരിക്കുന്നു. ഇതില് ഒരു ലോജിക്കിന്റെ പ്രശ്നം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്തുണ്ടാവും? ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്. ഈ ലോജിക്കിന് പ്രശ്നം ഇല്ലാന്ന് താങ്കൾക്ക് മനസ്സിലായോ? അതായത് പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക, അതായത് ഒരു തെറ്റ് സംഭവിച്ചതിന് ശേഷം തെറ്റുകാരനെ കുറ്റപ്പെടുത്തണം, ഓബ്വിയസ്ലി അവനെ ശിക്ഷിക്കുക എന്നതിനും അപ്പുറത്ത് ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു ലോജിക്കാണ്. താങ്കൾ അക്സെപ്റ്റ് ചെയ്തോ? അത് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള എനിക്ക് ആ പോയിന്റ് കിട്ടി. പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം, പക്ഷെ ആ പ്രിക്കോഷന്റെ എക്സ്റ്റെന്റിലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. ആ ലോജിക്കില് പ്രശ്നമില്ല, പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള ലോജിക്ക് പ്രശ്നമില്ല. പിന്നെ ഇനി അടുത്ത എക്സ്റ്റെന്റിൽ എന്താണ് പ്രശ്നം? അതായത് ഇപ്പോ ഞാൻ എൻ്റെ വീടിന്റെ പുറത്തിറങ്ങി ഞാൻ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഞാൻ ബൈക്ക് ഓടിക്കാതിരിക്കുമ്പോൾ. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ ബൈക്ക് ഓടിച്ച് അതിന്റെ പ്രശ്നം കൂടി ബൈക്ക് ഓടിക്കാതിരിക്കുക അതല്ലല്ലോ ഇതിന്റെ സൊല്യൂഷൻ. ചാൻസസ് ഉണ്ട് ആ ആക്സിഡന്റ് ഉണ്ടാവാൻ എന്നുള്ളത്. അത് എന്ന് പറഞ്ഞ് നമുക്ക് ബൈക്ക് ഓടിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, അതുകൊണ്ടാണ് നമ്മുടേതായ നിയമങ്ങൾ, നമ്മുടേതായ ഈ ലൈൻ വരകൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും പറയുന്നത്. കാരണം
ഈ പറഞ്ഞതുപോലെ ഇല്ലോജിക്കലായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു വര നമുക്ക് വരക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന പടച്ചവന്റെ അടുത്ത് വരണം അത് നമ്മൾ പറയുന്നത്. കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്കൾ പറഞ്ഞു, ഇത് ലോജിക്ക് ഓക്കെയാണ്, പ്രിക്കോഷൻ എടുക്കുക എന്നുള്ള ലോജിക്ക് ഓക്കെയാണ് എന്ന് വെച്ച് ഒരുപക്ഷെ ഒരു പ്രിക്കോഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതും അതേപോലെ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ള പേരിൽ ബൈക്ക് തന്നെ ഓടിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായി ഏറ്റവും ബാലൻസ്ഡ് ആയി ആ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, വരണം. അത് എന്റെ ലോജിക്കിലോ നിങ്ങളെ ലോജിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ലോജിക്കിലോ ആലോചിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള വ്യത്യാസങ്ങൾ വരും. ഈവൻ താങ്കളുടെ ലോജിക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മളിപ്പോ ചർച്ച ചെയ്ത് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇല്ലോജിക്കലാണെന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ അത് ലോജിക്കലാണെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ പരിമിതിയാണ്, ആ പരിമിതികളൊന്നും ഇല്ലാതെ പഠിച്ചുകൊണ്ട് അടുത്ത് ആ ഒരു കാര്യം വരണം നമ്മൾ പറയുന്നത് കൊണ്ടാണ്. ഒരു കാര്യം പറയാനുള്ള നിയമം, ഇപ്പം പുറത്തിറങ്ങ് എന്താ നിയമിന്റെ ആ ഉദാഹരണം ഉണ്ടായിരുന്നല്ലോ, പുറത്തിറങ്ങ് ബൈക്ക് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞത്. ഇവർക്കും പുറത്തിറങ്ങാൻ ബൈക്ക് ഓടിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പം പുറത്തിറങ്ങുമ്പോഴും ആക്സിഡന്റ് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് ധരിക്കുന്ന മാതിരിയുള്ള ഒരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇല്ല, ഹെൽമെറ്റ് ധരിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അതാ എക്സ്റ്റെന്റ് ആണ് നമ്മള് ആണല്ലോ ഈ പറഞ്ഞ പോലെ. അതെന്താണ് അതിനകത്തുള്ള പ്രശ്നം എന്താണ്? ഇല്ല, അത് എനിക്ക് ഈ ഒരു എക്സാമ്പിൾ പ്രശ്നം തോന്നുന്നുണ്ടോ? അവർക്ക് ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, കാർ ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, വിമാനം ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അന്ന് യാതൊരു പ്രശ്നമില്ലല്ലോ. പിന്നെന്താ, എവിടെയാണ് ഈ പ്രശ്നം തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ പ്രശ്നം തോന്നുന്നത് ബേസിക്കലി എന്താന്ന് വെച്ചാല് ഈ എസ്റ്റന്റ് തന്നെയാണ്. ഇവിടെ എസ്റ്റന്റ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പം ഇസ്ലാമിൽ മദ്യപാനം നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, സാരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം, ബാസിലിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങൾ ആരും എന്താണ് മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഫ്രസ്ട്രേഷനായി കൊണ്ടെടുക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് മദ്യം കഴിക്കുക, ഇസ്ലാം മദ്യം നിരോധിച്ചു, ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി അങ്ങനെ ജീവിക്കുന്ന ആളുകളല്ല. ഓക്കെ, ഏതെങ്കിലും മദ്യ ഷാപ്പ് കണ്ടാലും ഞങ്ങൾ ടെംപ്റ്റഡ് ആവാറില്ല. ഓക്കെ, അതേപോലെ അവിടെ ആരെങ്കിലും ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പുച്ഛമല്ലാതെ മറ്റൊരു വികാരം നമുക്ക് ഉണ്ടാവാറില്ല, കുറച്ച് സിമ്പതിയും. അതല്ലാതെ അവർക്കൊക്കെ മദ്യം കഴിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് മദ്യം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബേസിക്കലി കരുതാറില്ല. ഓക്കെ, പക്ഷെ ഇതായിരിക്കില്ല ഒരു പക്ഷേ ഒരു മദ്യപാനിയുടെ അവസ്ഥ. മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവന് മദ്യം ഭയങ്കര അനിവാര്യമായിരിക്കും. അപ്പൊ അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മദ്യപിച്ചാൽ ഇന്ന പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനൊരു പക്ഷേ അവൻ കരുതുക ലൈക്ക് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്താണ് മദ്യം ഒഴിവാക്കാൻ കഴിയും. ലൈക്ക് അവന് മദ്യത്തോടുള്ള താല്പര്യം അനുസരിച്ചുകൊണ്ട് അവൻ മദ്യം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവന് വളരെ നിസ്സാരമായി തോന്നിക്കാം. ഓക്കെ, ഇതേ ഇഷ്യൂ തന്നെയാണ് ഇവിടെ ബേസിക്കലി ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ വാഹനത്തിന്റെ വിഷയത്തിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള മുഖവും മുൻകൈ വെച്ച് ഉള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറച്ചു എന്നതുകൊണ്ട്, അവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മറച്ചു എന്നതുകൊണ്ട് ഇവിടെ ബേസിക്കലി ഒരു പ്രശ്നവും ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുപോലെ മദ്യപിക്കുന്ന കാര്യം പോലെ തന്നെ ഇപ്പം ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മദ്യഷോപ്പ് കാണുമ്പോൾ ടെംപ്റ്റഡ് ആവുന്നത് പോലെ ആവും. പക്ഷെ എനിക്കും ബാസിലിനും ടെംപ്റ്റഡ് ആവാത്തത് പോലെ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഹിജാബ് സ്വന്തം ഇഷ്ടപ്രായത്ത് ധരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് കാണുമ്പോൾ ലൈക്ക് അവരെ സംബന്ധിച്ചിടത്തോളം റിവീലിംഗ് ക്ലോത്ത്സ് ധരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ എന്താണ് ഇപ്പൊ മദ്യം കഴിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അതേപോലെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ പ്രശ്നം എന്താണ്? പ്രശ്നം ഇവിടെ എന്താ? മദ്യപാനിക്ക് എന്താ പ്രശ്നം? ഇസ്ലാമിന്റെ നിയമമാണോ മദ്യപാനിയുടെ പ്രശ്നം? അല്ല, മദ്യപാനിക്ക് ഒരു പ്രീസെറ്റിംഗ് ഉണ്ട്, അതാണ് പ്രശ്നം. ആ പ്രീസെറ്റിംഗ് ഉള്ളതുകൊണ്ട് മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവൻ അതേ കാര്യം ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായ ഗുണങ്ങളുണ്ട്, ശാരീരികമായ ഗുണങ്ങളുണ്ട്, മാനസികമായ ഗുണങ്ങളുണ്ട്, സോഷ്യലായിട്ട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിന് ഞങ്ങൾക്ക് പകരം വെക്കേണ്ടി വരുന്നത് എന്താ? ഒന്നും വെക്കേണ്ടി വന്നില്ല, സീറോ ആണ്. ലൈക്ക് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ആരും മദ്യപിക്കാത്തതിന്റെ പേരിൽ ഒരു നിമിഷം പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അവന്മാരൊക്കെ എത്ര സന്തോഷത്തോടെ കഴിക്കുന്നത് എന്നൊരു നിമിഷം പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല.
ഇത് തന്നെയാണ് പലപ്പോഴും പല ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടാവുന്നത്. അവരൊരു നിമിഷം പോലും അതില് ഫ്രസ്ട്രേറ്റഡ് ആവുന്നില്ല. ശരിയാണ്, ഇവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ പ്രോ അടക്കം അടങ്ങുന്ന ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണത്. ആ സിസ്റ്റം ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, റിവീലിംഗ് ക്ലോത്ത്സ് ധരിക്കണം, ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വേണം, ഇതുമായിട്ട് റോട്ടിൽ ഇറങ്ങണം, ലൈക്ക് അങ്ങനെ മറ്റു സ്ത്രീകളുടെ മുമ്പിൽ ആഡംബരം കാണിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഉള്ളൂ, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സെൽഫ് വേർത്ത് ഉള്ളൂ, എങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ആവുള്ളൂ എന്നുള്ളൊരു ഇത് വരുമ്പം അവർക്ക് പർദ്ദ ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ ശരിയായിരിക്കും, അവർക്ക് ഈ ബൈക്കും കൊണ്ട് പോകുന്നത് എത്രത്തോളം അനിവാര്യമോ അത്രത്തോളം അനിവാര്യമായിരിക്കും റിവീലിംഗ് ക്ലോത്ത്സ് ധരിക്കുന്നത്. പക്ഷെ അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല, ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളാണ് തിരുത്തേണ്ടത്, ഞങ്ങളല്ല എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ ഓക്കെ, എനിക്ക് എന്നാ ഒരു പോയിന്റിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ഒരു ലൈക്ക് അതിക്രമം ടുവേർഡ്സ് അനദർ പേഴ്സൺ, അത് ഇപ്പോ പുരുഷന്മാർക്ക് നേരെയും ആയിക്കൂടെ? ഇപ്പൊ വേറൊരു പുരുഷൻ ഇപ്പൊ മറ്റൊരു പുരുഷനെ ആക്രമിക്കുന്ന ഒരു കേസ് ആയിക്കൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇതേ ഈ പറഞ്ഞ സെയിം പ്രൊട്ടക്ഷൻ വേണ്ടേ? അതെ, പുരുഷന്മാരാണെങ്കിലും ഈ പറഞ്ഞ അത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് പ്രിക്കോഷൻസ് എടുക്കണം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ സ്ത്രീയും പുരുഷന്റേതും പോലെയല്ല പുരുഷനും പുരുഷന്റേതും വർക്ക് ചെയ്യാം. അതെല്ലാം അറിയുന്ന കുറച്ചവനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ അത് പ്രത്യേകം പോസിബിലിറ്റി കുറച്ച് കൂടുതലാണല്ലോ. ചെറിയ കുട്ടികളുടെ വിഷയത്തിലൊക്കെ പ്രത്യേകം ഹദീസുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക ഫിഖ്ഹിൽ. പിന്നെ ഈവൻ ചിലപ്പം ഇങ്ങനെ എന്താ പറയാ ഈ കേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആളുകൾ, കേസ് എല്ലാവരും ഉപദ്രവിക്കുന്ന അർത്ഥത്തിലല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെയുള്ള പിന്നെ സാഹചര്യങ്ങൾ ഉള്ള സമയത്ത് കുട്ടികൾക്ക് ധരിപ്പിക്കേണ്ട വസ്ത്രങ്ങളെ കുറിച്ച് പോലും കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അത് ഉപദ്രവിക്കപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണം. പക്ഷെ ഒരു പുരുഷനും തമ്മിൽ പലപ്പോഴും എന്തല്ല ഈ പറഞ്ഞ വിഷ്വലി ആയിരിക്കും സംഭവിക്കുക. അതെല്ലാം അറിയുന്ന പഠിച്ചവനാണ് നിയമം അവതരിപ്പിച്ചത്. അല്ല, ആ ഒരു പോയിന്റിൽ എനിക്ക് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പോ ഞാൻ ഫിസിക്കലി അത്യാവശ്യം നല്ല വീക്ക് ആയിട്ടുള്ള ഒരു പുരുഷനാണെന്ന് വെക്കുക. അപ്പോൾ മറ്റൊരു പുരുഷൻ, ആൾക്കും ഈ പറയുന്ന അതേപോലെ കാഴ്ചയിലൂടെ ആയിരിക്കാം അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഒരു തെറ്റിലേക്ക് നയിച്ചേക്കാം. അങ്ങനത്തെ ഒരു കേസിൽ ഞാനും ഇതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണ്ടേ? അപ്പോ ഇതിലൊരു ചെറിയ പ്രശ്നമില്ല. കാരണം ഒരു വീക്കായ പുരുഷനാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ എന്താണ് നമ്മൾ എന്താണോ അവിടെ പ്രിക്കോഷൻ ആയിട്ട് എടുക്കേണ്ടത് അത് എടുക്കണം. അല്ല, അത് അതിന് ഇങ്ങനെ ഇതിലുണ്ടോ, ദൈവം പറഞ്ഞതായിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷയത്തിലൊക്കെയാണ് അങ്ങനെ ഈ വീക്ക് എന്നുള്ളതിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷയക്കാണ് അതിൽ പ്രത്യേക ഹദീസുകൾ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഹദീസുകളും ഫിഖ്ഹിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രസ്സിങ്ങിന്റെ വിഷയത്തിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. അല്ല, കുട്ടികളുടെ ഇഷ്യൂ അല്ലല്ലോ ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത്, അതായത് ഇസ്ലാമിന്റെ നിയമം എന്താ വെച്ചാൽ അത് പിന്നെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാൽ അത് ഇനി ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വളരെ വീക്കായ ഒരു പുരുഷൻ വേറൊരു പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്ത് വരികയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് കിയാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇജ്മാവ് വെച്ചുകൊണ്ട് ഒക്കെ അങ്ങനെ അടക്കം ചിലപ്പോൾ വേണ്ടി വരും. എന്തായാലും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം വീക്കായ ആളുകൾ, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം ഇസ്ലാമിൽ എന്താണ്, അതിന്റെ ഒരു ബേസ് തന്നെയാണ്. ആ ബേസിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ നിയമങ്ങളും. ഓക്കെ, അത് വീക്കായ ഒരാളെന്നല്ല, ഇപ്പൊ ഏതൊരാളാണെങ്കിലും നമ്മളെ ആക്രമിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മളെക്കാൾ സ്ട്രോങ്ങർ ആയിക്കൂടെ? ബേസ് മനസ്സിലായല്ലോ. അതായത് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാല് കൃത്യമായി, അതായത് പൊതുവെ നോർമലി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇസ്ലാമിൽ പൊതുവായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവുക. ചില കേസസ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ LGBT ആക്ടിവിസ്റ്റ് ഒക്കെ വളരെ എന്ത് വ്യാപിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലൈസ് ചെയ്തു. പിന്നെ ഇപ്പോ സ്വീഡനിലൊക്കെ നടക്കുന്ന പോലെ ഈവൻ ഇൻസെസ്റ്റ് പോലും ലീഗലൈസ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കാമല്ലോ. അങ്ങനെയൊക്കെ ഭയങ്കരമായ ഒരു പിന്നെ അപകടകരമായ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ നിയമമായി തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ 4 ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അപ്പോ ഖുർആനും ഹദീസിൽ നിന്നുമുള്ള പിന്നെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ പുരുഷന്മാരുടെ പിന്നെ സുരക്ഷ പ്രശ്നത്തിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്തുണ്ടാവും, കൃത്യമായി ഇസ്ലാമിന്റെ നിയമം ഉണ്ടാവും. പക്ഷെ നമുക്കത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ ആരും. ഒരു മിനിറ്റ്, ഇപ്പൊ അങ്ങനെ വളരെ ഇല്ലാത്തതുകൊണ്ടാണ്.
അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും ഇപ്പോ മെന്നിന് അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില്. അതെ, അങ്ങനെയുള്ളവരാണെന്ന് അറിയുകയാണെങ്കിൽ അവിടെ പ്രിക്കോഷൻസ് സ്വീകരിക്കണം. അതാണ് ഇസ്ലാമിക നിയമം. ഒരു മിനിറ്റ് ആ ഒരു ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അത് തന്നെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷന്മാർ സ്ത്രീകളോട് അട്രാക്ട് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ വിഷ്വലി അട്രാക്ട് ആവുക എന്നുള്ളത് ഒരു കോമൺ തിങ് ആയിട്ടാണോ കാണുന്നത്, അതല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് 1-2 ആൾക്കാർ ചെയ്യുന്ന കാര്യമായിട്ടാണ് കാണുന്നത്? ഒരു പുരുഷൻ വന്ന് ജസ്റ്റ് അട്രാക്ഷൻ തോന്നിയതിന്റെ പേരിൽ ഒരു സ്ത്രീ ആക്രമിക്കുക എന്നുള്ളത് ഒരു കോമൺ കാര്യമല്ലല്ലോ. പക്ഷെ നമ്മൾ അതിന് പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അട്രാക്ഷന്റെ കാര്യമാണ്. അല്ല, ബ്രോ ചോദിച്ച കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരാള് എന്റെ വീട് കുത്തി പൊളിക്കുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് അൺകോമൺ തിങ് ആണ്. ഈ അൺകോമൺ തിങ്ങിനെതിരെയാണല്ലോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാമോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ഇതേമാതിരി അട്രാക്ഷൻ വന്ന് ആക്രമിച്ചിട്ടുള്ള എത്ര കേസുകളുണ്ട്? എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും എന്നെ ഒരാൾ വന്ന് എന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എനിക്കല്ലേ. അപ്പൊ നിങ്ങൾ പ്രിക്കോഷൻ സ്വീകരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാം അറിയുന്ന ദൈവം അത് ജനറൽ റൂൾ ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് പൊതുവെ പറയാറുണ്ട്, ഈ ഫർണിച്ചർ കൊണ്ട് എന്താണ് ഒരു വർഷത്തിൽ ഇത്ര ആളുകൾ മരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫർണിച്ചർ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് സിഗ്നിഫിക്കന്റ് ലെവൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് രണ്ടും ഒരേ ലെവലിലാണോ? അത് പുരുഷന്മാര് സ്ത്രീകളെ കണ്ട് അട്രാക്റ്റഡ് ആവുന്നതും പുരുഷന്മാരെ കണ്ട് അട്രാക്ട് ചെയ്ത് ആക്രമിക്കുന്നതും ഒരേ ലെവലിലാണോ നമ്മുടെ നാട്ടിൽ? ഒരേ കൈൻഡ് ഓഫ് ഇന്റൻസിറ്റിയിലാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അത് ലൈക്ക് ആ ഇന്റൻസിറ്റി നോക്കിയിട്ടല്ലല്ലോ, വന്നു കഴിഞ്ഞുള്ള ഹാം നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈക്ക് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് മാർഗനിർദ്ദേശമല്ലേ തരുന്നത്. ബൈക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരേ ലെവലിലാണോ ഉള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. ലെവല് നോക്കിയിട്ടല്ലല്ലോ. ഇപ്പൊ ഞാൻ ലെവല് നോക്കിയിട്ടാണ് അല്ലാന്നാണ് പറഞ്ഞത്. ലെവല് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റില്ല. കാരണം ഫർണിച്ചർ കൊണ്ട് വർഷത്തിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഫർണിച്ചർ കാരണം ഫർണിച്ചർ വാങ്ങാൻ പറ്റൂല. അതായത് പറയപ്പെടുന്നത് എല്ലാ സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എന്താണ് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. Every woman has some stage of like multiple stages in her life. എന്താണ് ഫിസിക്കലി അസാൾട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലിയോ വെർബലിയോ അസാൾട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഈ പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ചോദിക്കുന്നത്, ഒരേ ലെവലിലാണോ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഒരേ ലെവലിലുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഒരേ ലെവലിലുള്ള കാര്യങ്ങൾക്കല്ല എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളാണോ ഞാനാണോ പറഞ്ഞത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഒരേ ലെവലിൽ ആവണ്ട എന്ന് നിങ്ങളുടെ വാദമാണോ അതോ എന്റെ വാദമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ വാദമാണെങ്കിൽ നിങ്ങളുടെ വാദമാണെങ്കിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റില്ല. ഏത് ലെവലിലാണെങ്കിലും അതിനുള്ള പ്രിക്കോഷൻ നമ്മൾ എടുക്കണം എന്നല്ലേ? ഫർണിച്ചർ വാങ്ങാൻ പറ്റില്ല. വീട്ടിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ? കാരണം ഫർണിച്ചർ കാരണം ആളുകൾ മരിക്കുന്നുണ്ട്. ഇത് താങ്കൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ മൈത്രേയൻ ചെയ്ത പരിപാടിയാണ്. മൈത്രേയൻ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ആൾക്കാർ ചോദിച്ചു, കഞ്ചാവ് ലീഗലൈസ് ചെയ്ത ഇന്ന പ്രശ്നങ്ങളില്ലേ? അപ്പം മൈത്രേയൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ റോഡിൽ വാഹനം എടുക്കാൻ പാടില്ല, റോഡിൽ പിന്നെ ആക്സിഡന്റ് നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താങ്കൾ ഒരു മിനിറ്റ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. താങ്കൾ അതിന്റെ ഇടയിൽ കയറി പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്കില്ലാത്തൊരു വാദം പിന്നെ ഇങ്ങോട്ട് ആരോപിച്ചിട്ട് താങ്കൾ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വാദം എന്താണെന്ന് ഞങ്ങൾ പറയട്ടെ. ഓക്കെ, ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ എന്ത് ചെയ്യണം? ഒരു റെസ്ട്രിക്ഷൻ വേണം എന്നുള്ളതാണ് ഞങ്ങളുടേത്. അല്ലാതെ 1 ഉണ്ടെങ്കിലും 100 ഉണ്ടെങ്കിലും ഒരേപോലെ എന്നുള്ളതല്ല.
അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ ഷാനു പറഞ്ഞത്, ഫർണിച്ചർ വാങ്ങാൻ പറ്റൂല, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ള നിലക്ക് പറ്റൂല എന്നാണെങ്കിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റൂല. മൈത്രേന്റെ യുക്തി പറഞ്ഞ മാതിരി ഈ പറഞ്ഞ വാഹനം വാങ്ങാൻ പറ്റൂല, ഒന്നും പറ്റൂല. അങ്ങനെയല്ല, മറിച്ച് നോർമലി സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രിക്കോഷൻ ഉണ്ടാകും. അതിൽ കുറവുള്ള സംഭവങ്ങൾ അത് പെട്ടെന്ന് ഒരു സമയത്ത് നോർമലായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നോർമലൈസ് ചെയ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെതായ രൂപത്തിൽ അതിനൊരു പ്രസക്തി കൂടും. അതല്ല വളരെ കുറവായിട്ടാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണോ ആ കുറവായി സംഭവിക്കുന്നത് അതിനു വേണ്ട പ്രിക്കോഷൻസ് എടുക്കും. അതായത് റോഡ് അപകടങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ ആളുകൾ മരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റോഡ് തന്നെ വേണ്ട അല്ലെങ്കിൽ വാഹനങ്ങൾ തന്നെ വേണ്ട എന്നല്ല, അവിടെ എന്തൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കുകയാണ് ചെയ്യുക. എന്നാൽ അതേ സമയത്ത് വളരെ വ്യാപകമായി നടക്കുന്നത് ഇപ്പൊ കഞ്ചാവിന്റെ വിഷയം, മൈത്രേന അതാണല്ലോ, കഞ്ചാവും റോഡ് അപകടങ്ങളും ഒരേപോലെ ആക്കി. ഞങ്ങൾ പറയുന്ന അത് ഒരേപോലെയല്ല. കഞ്ചാവ് വലിച്ചാൽ എന്തായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ആ നിലക്ക് കാണണം, റോഡ് അപകടങ്ങളെ വേറെ ആയിട്ട് കാണണം. അതേപോലെ തന്നെയാണ് പറഞ്ഞത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ തരത്തിലുള്ള ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, അത്രത്തോളം ഇല്ല പുരുഷനും എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതെല്ലാം അറിയുന്ന പടച്ചോനെടുത്തുള്ളതായതുകൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങളിലുള്ളത്. താങ്കൾ എന്ത് ചെയ്യാണ്, താങ്കൾ ഇത് രണ്ടും ഒന്നാണ് എന്ന് ഞങ്ങളുടെ വാദമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കാം. താങ്കൾക്ക് ഒന്നാണെന്ന് വാദം ഉണ്ടെങ്കിൽ താങ്കൾ മൊത്തത്തിൽ എല്ലാ ഫർണിച്ചറും ഒഴിവാക്കണം, റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല, വാഹനം വാങ്ങാൻ പാടില്ല. അങ്ങനെ താങ്കൾക്ക് വാദം ഇല്ല എങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് അർത്ഥമില്ല. ഇനി അതല്ല ഞങ്ങൾക്ക് ആ വാദം ഉണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾക്ക് ആ വാദം ഇല്ല. മനസ്സിലായോ? ഇപ്പൊ ബാക്കി പറഞ്ഞ കാര്യത്തിൽ ഒറ്റ കാര്യം ആഡ് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പുരുഷന്മാർ ആക്രമിക്കപ്പെടുന്ന സ്ഥലം, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ രാത്രി നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആക്രമിക്കപ്പെടുന്നവരുണ്ടാവാം. അവിടെ പുരുഷന്മാരും ഇറങ്ങി നടക്കാൻ പാടില്ല, അങ്ങനെ തന്നെ ഉള്ളൂ. അവിടെ രാത്രി ഇറങ്ങി നടക്കുന്നവർ ആക്രമിക്കാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നല്ല രീതിയിലുണ്ട്. പല സ്ഥലങ്ങളിലും രാത്രി ഒരു 12 മണി 1 മണിക്ക് ശേഷം ആണ് നടക്കുന്നത് എങ്കിൽ അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ പുരുഷനായാലും പ്രശ്നം ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നടക്കാൻ പാടില്ല, അത് പുരുഷനും നിയമമാണ്, ബാധകമാണ്. ഓക്കെ, എന്നാൽ അതേ സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, സിഗ്നിഫിക്കന്റ് ഹാം ഇല്ലാത്ത സിറ്റുവേഷനിൽ അത് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. പറഞ്ഞോ. ഓക്കെ, ഇത് നമ്മള് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ വെച്ചിട്ടാണ് ഇപ്പൊ കമ്പയർ. ഇപ്പൊ മൈത്രേയം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് ലൈക്ക് അതുമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എനിക്ക് അതിനെ കണക്ട് ചെയ്യുന്ന യാതൊരു താല്പര്യമില്ല. പിന്നെ അതായത് സിഗ്നിഫിക്കന്റ് ആയതും അല്ലാത്തതും കമ്പയർ ചെയ്യാന്നുള്ളതാണ് മൈത്രേയനും താങ്കളും ചെയ്തത്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അതായത് ഇസ്ലാമിൽ ജനിച്ച ഒരു വ്യക്തി, ഇസ്ലാമിൽ ജനിച്ച വ്യക്തി എന്നല്ല, ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആളുടെ ജീവിതത്തിൽ എന്ത് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ആണെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളല്ലേ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ആക്രമിക്കപ്പെടുക എന്നുള്ള ഒരു പോസിബിലിറ്റി, അതൊരു ചെറിയ പോസിബിലിറ്റി അല്ലല്ലോ. അതാണ് പറഞ്ഞത്, ആക്രമിക്കപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് സ്വീകരിക്കണം. ഷാനു പറഞ്ഞല്ലോ, അതായത് ഒരു പുരുഷൻ ഈവൻ ഒരു 10 മണിക്ക് ശേഷം പിന്നെ പാലത്തിന്റെ അടിയിലൂടെ പോയാൽ പ്രശ്നമാവാൻ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഓക്കെ, നമ്മള് ഡെയിലി ലൈഫിൽ നമുക്ക് ഈ ഒരു ആക്രമണം എവിടെ നിന്ന് വേണമെങ്കിലും വരാമല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഫർണിച്ചർ വീണ് ചാവാൻ സാധ്യത ഉണ്ട്. ഫർണിച്ചർ വീണ് ചാവാൻ സാധ്യത ഉണ്ട്. ഇവിടുന്ന് വേണമെങ്കിലും ഫർണിച്ചർ വീഴാലോ. ഇപ്പൊ ഇരിക്കുന്ന റൂമിലൊന്നും മേലോട്ട് ഫാൻ ഉണ്ടാവും, ഫാൻ വീണ് ചാവാൻ സാധ്യതയില്ലേ? ഫാൻ ഒഴിവാക്കേണ്ടി വരും. ഇതിന്റെ കമ്പാരിസന്റെ പ്രശ്നം ആ ഒരു യുക്തി ഞങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു യുക്തി ഞങ്ങൾക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ മൊത്തത്തിൽ ഫർണിച്ചർ ഒഴിവാക്കാൻ റോഡിലേക്ക് ഇറങ്ങാതിരിക്കുക. ഞങ്ങൾക്കതില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. ഇല്ല. ഓക്കെ, സംശയമുള്ള രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. സിഗ്നിഫിക്കന്റ് ലെവൽ ഹാം ഉണ്ടെങ്കിൽ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതാണ് നിയമം. അത് നമ്മൾ എടുക്കണം എന്ന് മാത്രമല്ല, സിഗ്നിഫിക്കന്റ് ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരാളെ എന്നെ അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ഹാം ആണല്ലോ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനറൽ റൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തിരിക്കണം, സിഗ്നിഫിക്കന്റ് ഹാം ഉള്ളതായിരിക്കണം ജനറൽ റൂൾ ആക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇസ്ലാമിൽ പറയുന്നത്. അതെ,
ജനറലി നടക്കുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ല, എനിക്ക് അതിൽ ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ പറയുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് അപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഇരുന്ന ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ട് പോലും ദൈവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഇസ്ലാമിന്റെ കാര്യങ്ങളെ, പക്ഷെ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നന്മയിലോട്ട് ചെയ്യേണ്ടതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഫോളോ ചെയ്യണ്ടേ? അപ്പൊ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യം കൂടെ ദൈവം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. കാര്യം ദൈവത്തിന് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ മനുഷ്യന്മാര് ഭൂമിയിലുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എന്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ദൈവം ആ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഇത്രയും നേരം പറഞ്ഞതാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സിഗ്നിഫിക്കന്റ്ലി ഒരു സമൂഹത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ജനറൽ റൂൾ ആയിട്ട് പറയാം. അല്ലാത്ത ഒരു ഇപ്പൊ താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് അത് കൂടുതലാണ് എങ്കിൽ താങ്കൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതായത് ഇത് വളരെ ബേസിക് കോമൺ സെൻസ് ആണ്. ഇത് താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ ഒരു പ്രെജുഡൈസ് ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ജനറൽ റൂൾ ഉണ്ടാവുക എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ്, സിഗ്നിഫിക്കന്റ്ലി പ്രിവാലന്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ്. അതല്ലാത്ത പിന്നെ കേസസ് ഉണ്ടാവാം. അതിൽ ആ കാര്യങ്ങൾ ഇസ്ലാമിൽ പ്രിക്കോഷനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വളരെ ജനറലായി നടക്കുന്ന കാര്യം പോലെ ആയിരിക്കില്ല. ചെറുതായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, പ്രിക്കോഷൻ എടുക്കണം. ഇതില് താങ്കളുടെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് തന്നെ ഒരു ഇല്ലോജിക്കാന്ന് പറഞ്ഞിട്ടാണ് താങ്കൾ തുടങ്ങിയത്. അപ്പം പ്രിക്കോഷൻ എടുക്കണം, ടു വാട്ട് എക്സ്റ്റെന്റ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു നില അവിടെയാണ് കിടക്കുന്നത്. ടു വാട്ട് എക്സ്റ്റെന്റ് എന്നെടുത്ത് താങ്കൾ എന്ത് ചെയ്യണം? മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ മൈത്രന്റെ കഞ്ചാവ് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഫർണിച്ചർ വീഴുന്നത് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരേപോലെ അങ്ങനെയല്ല. സിഗ്നിഫിക്കന്റ് ഉള്ളതിന് ജനറൽ റൂൾ ഉണ്ടാവും. അല്ലാതെ കുറച്ചായിട്ട് നടക്കുന്നതിന് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതോ ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ താങ്കളുടെ ചുറ്റുപാടുകളും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായി ശ്രദ്ധിക്കണം. അവിടെ എന്തൊക്കെയാണ് ഇപ്പോ ഇസ്ലാമിലെ നിയമങ്ങൾ പറഞ്ഞുതരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെന്താ പറയാ, ഓൾറെഡി തന്നെ ലൂസായ ഡ്രസ്സ് ധരിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ചുകൂടി അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പോകുമ്പോഴാണ് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വഴി ഒഴിവാക്കണം, അല്ലെങ്കിൽ ആ സമയം ഒഴിവാക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിലല്ല എനിക്ക് പ്രശ്നം തോന്നിയത്. എനിക്കിപ്പോഴും ക്ലിയർ ആവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ ലൈക്ക് അത് ഓക്കെ, എനിക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ലൈക്ക് ആ ഒരു ഇതാണ്, അതായത് ഇൻജസ്റ്റിസ് ആണ് എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നിയത്. അതായത് വുമന്റെ പുറത്ത് ആ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തിട്ട് അതങ്ങനെ ചെയ്യണം. പക്ഷെ അത് സേഫ്റ്റി എന്നുള്ള ഒരു കൺസേൺ മാത്രമായിരുന്നെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യണമായിരുന്നു. അപ്പോൾ തിരിച്ച് ഇങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ട് നമുക്ക് ആ ഒരു സെക്യൂരിറ്റി കിട്ടുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അതിപ്പോ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ പുരുഷന്മാരും അങ്ങനെ ഇട്ട് നടന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പോ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ജനറൽ റൂൾ ജനറൽ റൂൾ ഉണ്ട് ഓൾറെഡി തന്നെ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ആയ ഡ്രസ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ ഓൾറെഡി ജനറൽ റൂൾ ആയിട്ട് പുരുഷന്മാരുടെ നേച്ചർ അനുസരിച്ചുള്ളത് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ നേച്ചർ അനുസരിച്ചുള്ള സ്ത്രീകൾക്കും പറയുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് തന്നെയാണ് പുരുഷന്മാരുടെ നേച്ചർ അനുസരിച്ച് ഒരു പുരുഷൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ പറഞ്ഞത്. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സൈക്ലിക് ആയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. താങ്കളുടെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഇസ്ലാം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. ഇടപെട്ടിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും എന്നതുപോലെ ഈ വിഷയത്തിലും പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതിന് പ്രത്യേക ഒരു ആയത്തായിട്ടോ ജനറൽ റൂൾ ആയിട്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പൊതുവെയുള്ള സിഗ്നിഫിക്കന്റ്ലി പ്രിവാലന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ റൂളുകൾ ഉണ്ടാവുക. ഇപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, പിന്നെന്താ പറയാ, ഈ പറഞ്ഞതുപോലെ റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പിന്നെ ആയത്തുണ്ടോ? അല്ലെ, കാരണം എന്താ, റോഡിൽ ആക്സിഡന്റ് ഉണ്ട്, റോഡ് ആക്സിഡന്റ് തടയാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങരുത് എന്ന ആയത്ത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കാം. പക്ഷെ അവിടെയാണ് നിങ്ങൾ പറഞ്ഞത് അതിന് കൃത്യമായ ഒരു അതിർവരമ്പുണ്ട്. ആ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതിന് പേരിൽ ഒന്നും സാധ്യമാകാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങോന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ ഫർണിച്ചർ തലയിൽ വീഴുമെന്ന് വിചാരിച്ചിട്ട് ഫർണിച്ചർ വാങ്ങാതിരിക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല. അത് മൈത്രയിൽ ലോജിക്കാണ്. നമ്മൾ പറയുന്നത്
പടച്ചോന് എല്ലാത്തിനെ കുറിച്ച് കൃത്യമായി അറിയാം. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതാണ്, സമൂഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പടച്ചോൻ അറിയാം. ആ പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഓരോ വിഷയത്തിലും ജനറലി വേണ്ട റൂളുകൾ ജനറൽ ആയിട്ടും സ്പെസിഫിക് ആയ റൂളുകൾ സ്പെസിഫിക് ആയിട്ടും മനുഷ്യർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈച്ച് ആൻഡ് എവറി സിംഗിൾ പോയിന്റ്, ചെറുത് മുതൽ വലുത് വരെ എല്ലാ കാര്യത്തിനുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളുടെ പ്രിക്കോഷൻ എന്നുള്ള പേരിൽ ജനറൽ ആയിട്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുക എന്നുള്ളതും സംഭവിച്ചിട്ടില്ല. ജനറൽ ആയ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാം അറിയുന്ന പടച്ചോൻ വളരെ ക്ലിയർ ആയി എവിടെയാണോ എന്താണോ വേണ്ടത് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു പ്രയാസവും ഇല്ല. ഇതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും കാരണം എന്താ, ഒരു ഇങ്ങനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിമിനെ അറിയാം. അതിന് ഇസ്ലാം തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രിക്കോഷനാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ആളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ജോഷുവ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്രധാരണം വേണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതല്ല അവർക്ക് കംപ്ലീറ്റ്ലി നേക്കഡ് ആവാം, അങ്ങനെയാണോ? എങ്ങനെയാണ് അത് ഓരോ സൊസൈറ്റി അനുസരിച്ച് ആ സൊസൈറ്റി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട്. ഇപ്പൊ ഇന്ത്യയുടെ എന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ന്യൂഡിറ്റി പബ്ലിക്കിൽ അലൗഡ് അല്ല. സോ അത് ചെയ്യാൻ പാടില്ല, കവേർഡ് ആയിരിക്കണം. പക്ഷെ ഒരാൾ അപ്പൊ ആ സൊസൈറ്റി വെച്ച് സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. സപ്പോസ് സൗദി അറേബ്യയിൽ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഓക്കെയാണ്? സൗദി അറേബ്യയിൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? ഇപ്പോഴും കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് അങ്ങനെ തന്നെയാണോ? ഓക്കെ, അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഓക്കെയാണോ? ലൈക്ക് നമ്മൾ മുന്നോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല അത് രണ്ടും ഡിഫറെന്റ് ആവോ? അപ്പൊ ഇപ്പം നമ്മുടെ സൊസൈറ്റി മുന്നിലാണോ ഉള്ളത്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ന്യൂഡ് ആവുമ്പോഴാണ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആവുക. കംപ്ലീറ്റ്ലി ന്യൂഡാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിക്കാണ്. നിങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ചോദിച്ചു ഇത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വേണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു സൊസൈറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? സൊസൈറ്റിയിലുള്ളൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്ത് ഡ്രസ്സ് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡ്രസ് ഏതാ? ഒരു സ്ത്രീക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡ്രസ് ഏതാ? സ്ത്രീക്കെന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡ്രസ് എന്ന് പറഞ്ഞാൽ അത് ആ സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നാണ് ആ ഒരു. അപ്പൊ സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ട്, സൊസൈറ്റിയാണ് ബേസ്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സൗദി അറേബ്യയിലെ സൊസൈറ്റി ഇവിടുത്തെ സൊസൈറ്റിനേക്കാൾ ബെറ്റർ ആണെന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ സൊസൈറ്റി സൗദി അറേബ്യയുടെ സൊസൈറ്റിനേക്കാൾ ബെറ്റർ ആണെന്ന് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ സൗദി അറേബ്യ മുമ്പ് എങ്ങനെയായിരുന്നു അതാണ് അതിനേക്കാൾ ബെറ്റർ ആണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം സൊസൈറ്റിയാണ് നിങ്ങളുടെ നിങ്ങളുടെ യാർഡ്സ്റ്റിക്കെങ്കിൽ രണ്ട് സൊസൈറ്റിയും ആ സൊസൈറ്റി അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. ആ സൊസൈറ്റിയിൽ ഈ ഒരൊറ്റ കാര്യമല്ല, പല കാര്യങ്ങളും ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ആ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് നമുക്ക് ഡ്രസ്സിന്റെ ലിമിറ്റ് ആണ് ചോദിച്ചത്. ഡ്രസ്സിന്റെ ലിമിറ്റ് താങ്കൾ സൊസൈറ്റി എന്ന് പറഞ്ഞു. അപ്പൊ സൗദിയിലെ യുവതിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ യാർഡ്സ്റ്റിക് തന്നെ സൊസൈറ്റിയാണ്. വേറെ എന്തെങ്കിലും യാർഡ്സ്റ്റിക് ഇപ്പൊ പറഞ്ഞത് മാറിപ്പോയി അല്ലെങ്കിൽ മോശമായി പോയി, അതുകൊണ്ട് സൊസൈറ്റി മാറ്റി വേറെ എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. ഓപ്ഷൻ എടുക്കുന്നുണ്ടോ? സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക് ആ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് അവിടുത്തെ ഒരു റണ്ണിങ് ലോ ഉണ്ടായിരിക്കുമല്ലോ. ചോദിച്ചത് ഒരു വസ്ത്രം, ഒരു സ്ത്രീ ധരിക്കേണ്ട വസ്ത്രം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അത് കംപ്ലീറ്റ്ലി ന്യൂഡ് ആവണോ, അതിന് ഫുള്ളി കവേർഡ് ആവണോ, ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഡു ഹാവ് എൻ ലൈക് ഒപ്റ്റിമൽ, ലൈക് ഇതിനപ്പുറത്തേക്ക് പോയാൽ എക്സ്ട്രീം, ഇതിനപ്പുറത്തേക്ക് പോയാൽ ബിലോ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒരു പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൊസൈറ്റി. അങ്ങനെയാണ് എക്സ്ക്യൂസ് മീ ഓക്കെ, അതെന്നെ ചോദിച്ചത്. ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൊസൈറ്റി, അങ്ങനെയാണെങ്കിൽ സൗദിയിലെ മുമ്പത്തെ സൊസൈറ്റിയിലെ അവസ്ഥ അല്ലെങ്കിൽ മുമ്പത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് കോഡ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് കോഡും ഇതിൽ ഒന്ന് ബെറ്റർ ആണ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ? യു ഡോണ്ട് ഹാവ് എനി അതർ എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് തന്നെ സൊസൈറ്റിയാണ്. സോ രണ്ട് സൊസൈറ്റിയും ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ലൈക്ക് അവിടുത്തെ അവരുടെ റൈറ്റ്സിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത് ഡ്രസ്സിങ്ങിന്റെ കാര്യമാണ്. ചോദിച്ചത്. ഓക്കെ മനസ്സിലായി എനിക്ക്. അപ്പൊ
വേറെ പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു ഇഷ്യൂ ഉണ്ട്. ലൈക്ക് ഒരു ഇഷ്യൂ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഈവൻ ഇഫ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് പുരുഷന്മാരുടെ ബ്രസ്റ്റ്, സ്ത്രീകളുടെ ബ്രസ്റ്റ്, ഇത് രണ്ടും ഒരേപോലെ മറയ്ക്കണം എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? രണ്ടും ഒരേപോലെ മറയ്ക്കണം അല്ലെങ്കിൽ രണ്ടും തുറന്നിടാം എന്നതാണോ നിങ്ങളുടെ വ്യൂ? ഞാൻ ചോദിക്കുകയാണ്, നമ്മള് ലൈക്ക് ഡ്രസ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നും ഇതൊക്കെ തെറ്റും ശരിയും അന്നും ഇത് പ്രശ്നമായിരുന്നു. അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇതൊന്നും നിങ്ങൾ പറയോ? നിങ്ങളിപ്പം നിങ്ങൾ അതാണോ ഞാൻ ചോദിച്ചു? ന്യൂഡിറ്റി ആണ് നിങ്ങളുടെ ഒപ്റ്റിമൽ അല്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണോ? ലൈക്ക് ഒരു വസ്ത്രം ഇല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ബ്രസ്റ്റ് കാണിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും ബ്രസ്റ്റ് മറക്കണം. അതല്ലാതെ പുരുഷന്മാരെ ബ്രസ്റ്റ് കാണിക്കുകയും സ്ത്രീകൾ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിയമം പ്രാകൃതമാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് ഓക്കെ അല്ല എന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു സൊസൈറ്റി ശരിയല്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ലൈക്ക് ഇപ്പൊ ഇവിടുത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇതനുസരിച്ചിട്ട് ന്യൂഡിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് ഞാൻ നിങ്ങളുടെ മോറൽ കോഡാണ് ചോദിക്കുന്നത്. ഇന്ത്യ എന്താണ് നിങ്ങളുടെ മാനദണ്ഡമല്ലല്ലോ. അല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സിനേക്കാൾ കൂടുതൽ ഒരു സൊസൈറ്റിക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ഒരു സ്ട്രക്ചറും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോ അതാണ് ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാളും. ആ സ്ട്രക്ചറിൽ നിങ്ങൾ എന്താണ് ഒപ്റ്റിമൽ ഡ്രസ് ആയിട്ട് കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് ടേക്ക് ദ സൊസൈറ്റി, ബിക്കോസ് സൊസൈറ്റി അല്ല നിങ്ങളുടെ യാർഡ്സ്റ്റിക്ക്. അത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ജോഷയിലേക്ക് പോകുന്നു. ജോഷയ്ക്ക് എന്തോ ഒരു ഒപ്റ്റിമം അറിയാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. പിന്നെ അപ്പോ ഇനിയും ഒറ്റ കാര്യം പറയാനുള്ള ഒന്ന്, നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇടയിൽ സ്വന്തം ലോകവീക്ഷണങ്ങളും ധാർമ്മിക വീക്ഷണങ്ങളും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ വന്ന ആളുടെയും അതേ പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ മറ്റേത് പ്രശ്നമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് റിഗ്രസീവ് ആണ് അങ്ങനെ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്, എന്റെ ബേസ് എന്താണ്, അല്ലെങ്കിൽ എന്റെ യാർഡ്സ്റ്റിക്ക് എന്താണ് എന്ന് പോലും ശരിക്കും നമ്മൾ ചിന്തിക്കുന്നില്ല. മറ്റവന്റെ യാർഡ്സ്റ്റിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് റിഗ്രസീവ് ആണ്, അത് 6ാം നൂറ്റാണ്ടിലാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമയം ചെലവഴിക്കുന്നത്. താങ്കളെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഒരു ചോദ്യം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആകുമ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പ് ആയി പോകുന്നത്. അതുകൊണ്ട് ഞാൻ താങ്കളോട് ജസ്റ്റ് പിന്നെ അപേക്ഷിക്കുന്നത്, സ്വന്തം ലോകവീക്ഷണത്തെക്കുറിച്ച്, സ്വന്തം ധാർമ്മികതയെക്കുറിച്ച്, സ്വന്തം മൊറാലിറ്റിയെ കുറിച്ച്, അതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ഒരു ധാരണയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണമോ വേണം. എന്നിട്ട് വേണം നമ്മൾ എന്റേത് പ്രകാരം ഇന്നത് തെറ്റായത് കൊണ്ട് ഇതാ നിങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഇസ്ലാമിന്റെ അത് പ്രശ്നം, ഇത് പ്രശ്നം, അങ്ങനെ പ്രശ്നം, ഇസ്ലാം ഇങ്ങനെ ഇരുന്ന പ്രശ്നം, പിന്നെ സ്ത്രീകളും പുരുഷന്മാരും വേറെ ഇരുന്ന പ്രശ്നം, ഒരുമിച്ചിരുന്ന പ്രശ്നം, മറകെട്ടിയ പ്രശ്നം, അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം പറയില്ലാതെ എന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പല ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. കുഴപ്പമില്ല, ഞാൻ നമ്മളിത് ഇങ്ങനെ ക്രോസ് ചോദ്യങ്ങൾ ചോദിച്ചത് ഒരിക്കലും താങ്കളെ ഉത്തരം മുട്ടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വയം റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇസ്ലാം വിരുദ്ധ ഒരു പൊതുബോധത്തിന്റെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ പല ആൾക്കാരും മറന്നു പോകുന്ന ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതൊരിക്കലും വേറെ ഒരു അർത്ഥത്തിലല്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. എനിവേ, വളരെ സന്തോഷം, ഒരുപാട് നേരം